ഞാൻ പിടിച്ചു. അല്ല, ഞാൻ പിടിച്ചു. നിനക്ക് അതിനേക്കാൾ ശക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് ശ്രീധാം. ഒരു പശു ഒരു പാവനമായ മൃഗമാണ് ശ്രീധാം. നീ അതിനെ പൂജിക്കുന്നില്ലേ മധു? ഞാൻ വിഷ്ണുവിനെയാണ് പൂജിക്കുന്നത്. ഈ പശുവിൽ നിന്ന് എന്നെ രക്ഷിക്ക്. നിന്റെ പ്രാർത്ഥന സാധ്യമാകും സുഹൃത്തെ. അതൊട്ടും ശരിയായില്ല കൃഷ്ണ. എന്തിനാ അതിലോപയ്ക്ക് അത് കൊടുത്തത്? ഞാനല്ല കൊടുത്തത്, വിഷ്ണുവാണ്. ഈ വർഷം കുസുമവനത്തിൽ നിറയെ പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടയിൽ നിറയെ പൂമാലയുണ്ടാകും. നമുക്ക് വേറെ വഴി പോകാമായിരുന്നു. എന്തുകൊണ്ട്? കൃഷ്ണൻ നമ്മളെ കുസൃതിയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്തോ പണിയെടുപ്പിക്കാൻ പോവുക. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കൃഷ്ണന് നമ്മോട് എന്തു ചെയ്യാൻ പറ്റും? അവൻ പശുവിനെ കറക്കുന്ന തിരക്കില. ഇതിലൂടെ കടക്കാൻ നമുക്കത്ര നേരം വേണ്ടി വരില്ല. വാ. നിനക്കെന്താ പറ്റിയത് ലക്ഷ്മി? നീ എന്തിനാ രാധയുടെ മുഖം വൃത്തിയേടാക്കിയത്? ചൂടുള്ള പാല് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇവൾ കരുതി. ഒരു ദിവസം കൊണ്ട് ആവശ്യത്തിലേറെ പാല് കറന്നു കഴിഞ്ഞല്ലോ കൃഷ്ണ. അതെ അമ്മേ, ഞാൻ പശുക്കളെ മേയാൻ കൊണ്ടുപോട്ടെ. ഈ സംഗീതം നിർത്തുന്നുണ്ടോ? അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. താലവൻ കാട്ടിലെ പഴച്ചാർ എന്താണ് ഇനിയും എത്തിച്ചേരാത്തത്? അവിടെയുണ്ട്. എത്തിച്ചേരാൻ സമയമായി. എനിക്കല്പം പഴച്ചാർ ഒഴിക്കൂ. എന്നിട്ട് എന്നോട് പറയൂ, രേണുകാസുരൻ എന്റെ മരണദൂതനെ കൊന്നുകഴിഞ്ഞോ? ക്ഷമിക്കണം മഹാരാജൻ, രേണുകാസുരൻ മരിച്ചുപോയി. എന്ത്? അതെ രാജൻ, ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ മരണദൂതനായിരിക്കും അയാളെ കൊന്നതെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു രാജൻ. ഇത് സത്യമാണെങ്കിൽ ഞാൻ അവനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ എന്നെ കൊല്ലുമായിരിക്കും. വേഗം ബാക്കിയുള്ള പഴച്ചാറ് താഴെ ഇറക്കൂ. എനിക്കതുടനെ കിട്ടിയേ തീരൂ. എന്നോട് ക്ഷമിക്കണം രാജൻ, നമ്മുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. രേണുകാസുരനെ കൊന്നവൻ ബാക്കിയുള്ള അമൃത് മുഴുവനും വൃന്ദാവനത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു രാജൻ. ആ ബാലൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലാൻ ആരെയെങ്കിലും ഉടൻ കണ്ടെത്തണം. വേഗം. മഹാരാജൻ, എന്റെ അഭിപ്രായം ഇതാണ്. ഹരിസ്താസുരൻ എന്ന കാള ഭീകരനായ ഒരു രാക്ഷസനാണ്. അവൻ തന്റെ കൊമ്പുകൊണ്ട് ഒരു പർവ്വതത്തെ തന്നെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, അവനൊരു ഭീകരനായ കാളയാണെന്ന് എനിക്കറിയാം. എന്റെ മരണദൂതനെ കൊല്ലാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് അരിഷ്ടാസുരനായിരിക്കും. അവനെ ഉടനെ ഇവിടെ കൊണ്ടുവരണം. വേഗം. ഉത്തരവ് രാജൻ. ഇത്തവണത്തെ സൂര്യപൂജയ്ക്ക് ഈ പൂമാലകൾ മതിയാവൂ. സൂര്യന്റെ ഉത്സവത്തിൽ ഞാനായിരിക്കും ഏറ്റവും സുന്ദരിയായ ഗോപിക. പകൽ സ്വപ്നം കാണാതിരിക്കും വിശാഖ. ഉത്സവം നടക്കുന്നതിന് മുമ്പ് എത്തണം. രാധേ, നീ എന്താണ് ചെയ്യുന്നത്? സൂര്യപൂജയ്ക്ക് പൂക്കൾ പറിക്കുക. നീ ഇപ്പോൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് അനുവാദം ചോദിക്കാതെയാണ്. ഞങ്ങൾക്ക് നിന്റെ അനുവാദം വേണ്ട. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഈ കള്ളി എന്റെ പൂക്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ ആരാ വനരാജാവാക്കിയത്? നീ ഒരു വിത്ത് പോലും മുളപ്പിച്ചില്ല. ഈ ചെടികൾ നനച്ചിട്ടുമില്ല. നീയാണ് കുസുമവനം നശിപ്പിച്ചത്. നിന്റെ പശുക്കളെ കൊണ്ടും കൂട്ടുകാരെ കൊണ്ടും. ആ ആ ആ ആ നീ ആരാണ് നീതിമാനും ഭക്തനുമായ എന്നെ പോലെ ഒരാളെ ചോദ്യം ചെയ്യാൻ? ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ജനിച്ച ഉടനെ ഒരു സ്ത്രീയെ കൊന്നില്ലേ? പൂതന ദുഷ്ടയായ
രാക്ഷസിയായിരുന്നു. കൃഷ്ണനെ കൊല്ലാനാ വന്നത്. അതുമാത്രമല്ല, അവൻ അമ്മയോട് കള്ളം പറഞ്ഞു. ഗോപികന്മാരുടെ വീടുകളിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ചു. ശരിയാ, ആ വെണ്ണ നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ അവൻ കുറച്ച് വലുതായപ്പോൾ അവന്റെ വികൃതി കൂടി. അവൻ ഗോപികന്മാരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചു. എത്ര വേണമെങ്കിലും ചിരിച്ചോ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അവനൊരു കാളക്കുട്ടിയെ കൊന്നു. ഭക്താസുരൻ ഒരു രാക്ഷസനായിരുന്നു. ഇതൊക്കെയാണ് ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ചെയ്ത വികൃതികൾ. നിന്റെ സ്ഥിതിയും അത് തന്നെയാണ്. പക്ഷെ ഞാൻ ഓരോ വാക്കിനും നിന്നെ കൊടുക്കാൻ നോക്കുകയാണവൾ. നീ വെണ്ണക്കള്ളനാ, നീ വെണ്ണക്കള്ളനാ, നീ വെണ്ണക്കള്ളനാ, എന്റെ പരിശുദ്ധമായ നീതി ഇവർ അംഗീകരിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. വാ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം. വൃന്ദാവനം. അപ്പോൾ ഇവിടെയാണ് കംസന്റെ മരണദൂതനായ കൃഷ്ണൻ താമസിക്കുന്നത്. പക്ഷേ ഇനി അധികകാലം അവനില്ല. ഇത്രയ്ക്ക് പേടിയുള്ളൊരു ബാലനായിരിക്കില്ല ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കംസന്റെ മരണദൂതൻ. കോമള, എന്റെ പ്രിയപ്പെട്ട മകൻ എവിടെയാണ്? അവൻ തിരിച്ചു വരുന്നതുവരെ എന്റെ മനസ്സ് പേടികൊണ്ട് മിടിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ വിഷമം എനിക്കറിയാം യശോദേ. ഞാനും അവന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. കൃഷ്ണൻ ഇന്ന് എന്ത് അത്ഭുതമാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് കേൾക്കാൻ. അത്ഭുതകരമായ കാഴ്ചകളോ? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നതാണ് നല്ലത്. കൃഷ്ണൻ എന്ന പേരുള്ള ബാലനു വേണ്ടി. ലീല, വിശാഖ, ഞാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു. അത് പറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്താണ് ഒരു മണിശബ്ദം? പശുവിന്റെ കഴുത്തിലെ മണിയായിരിക്കും. കിടന്നുറങ്ങാൻ നോക്ക്. അത് പശുവിന്റെ കഴുത്തിലെ മണിയല്ല. എന്താണത്? നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ. നമുക്കിനിയും പൂക്കൾ വേണം രാധേ. ധൃതി വെക്കാതിരിക്കെ, ഞാൻ എടുത്തു തരാം. കൊമ്പ് നന്നായി താന്നല്ലോ. ദൈവങ്ങൾ എന്നെ കടാക്ഷിക്കായിരിക്കും. പിടിച്ചു. ലളിത, വിശാഖ, സഹായിക്ക്. ആഹാ, പൂക്കളെ മോഷ്ടിക്കാൻ വീണ്ടും വന്നല്ലേ? നമ്മൾ ഈ മരത്തിന് രാവും പകലും കാവൽ നിൽക്കണം. ചാടിക്കോരാതെ, ഞങ്ങൾ പിടിച്ചോളാം. അയ്യോ, ഓടിക്കോ, ഓടിക്കോ. ഇതിലൊരിക്കലും കംസന്റെ ഭരണദൂതനായ ബാലനുണ്ടായിരിക്കില്ല. എന്തായാലും അവന് വേണ്ടി കാത്തിരിക്കുക തന്നെ. ഈ ഗ്രാമവാസികളെ പേടിപ്പിച്ചാൽ അവൻ ഇങ്ങോട്ട് വരാതിരിക്കില്ല. രക്ഷിക്കണേ! രക്ഷിക്കണേ! ഓടിക്കോ മോനെ! അയ്യോ, രക്ഷിക്കണേ!
മറ്റു കുട്ടികളൊക്കെ പശുക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൃഷ്ണ. നീ വേഗം വീട്ടിലേക്ക് പോയില്ലെങ്കിൽ യശോദമ്മ വിഷമിക്കും. രാത്രി മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഈ പൂക്കൾക്ക് കാവല് നിൽക്കും. ഓ, എന്തിനാ പിടിവാശി കാണിക്കുന്നത് കൃഷ്ണ? സൂര്യപൂജയ്ക്ക് ഞങ്ങൾക്ക് പൂക്കൾ വേണം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ പൂക്കളൊക്കെ വിഷ്ണു ഭഗവാനുള്ളതാ. എന്താണ് ശബ്ദം? എനിക്ക് തോന്നുന്നത് രാക്ഷസനാണെന്നാ. വാ കൃഷ്ണ, നിന്റെ പ്രിയപ്പെട്ട വൃന്ദാവനത്തെ രക്ഷിക്കേ. പോവല്ലേ കൃഷ്ണ, അതൊരു കെണിയാണ്. ആയിരിക്കാം, പക്ഷെ വൃന്ദാവനത്തിലെ ജനങ്ങളുടെ നിലവിളി ഞാൻ സഹിക്കില്ല. കൃഷ്ണ, ഒരു രാക്ഷസൻ വരുന്നു. വേഗം ഓടിക്കോ. അത് തീർച്ചയായും രാക്ഷസനായിരിക്കും. നീ അതിനെ കളിയാക്കിയെന്ന് തോന്നുന്നു. അയ്യോ, മധു. എന്റെ മധുവിനെ. കൃഷ്ണ, നോക്കു സുബല്ലേ, ഇതൊരു സാധു പശുവാണ്. പണ്ടൊരു പശുവിനെ അടക്കിയതുപോലെ ഇതിനെ അടക്കട്ടെ. അധിക നാൾ നീ സന്തോഷിക്കില്ല. നീ ഒരു ഭീകര രാക്ഷസനല്ല. നീ ഏറ്റവും താണ മൃഗമാണ്. എന്തിനാ വൃന്ദാവനത്തിലെ ജനങ്ങളെ പേടിപ്പിക്കുന്നത്? നീ വെല്ലുവിളിക്കാൻ വന്നത് എന്നെയാണെങ്കിൽ ഒരു രാക്ഷസനെ പോലെ പോരാട്, മുഴുവനെ പോലെയല്ല. കൃഷ്ണ, ഓടിക്കോ. കൃഷ്ണ, കാള. കൃഷ്ണ, കൃഷ്ണൻ വിജയിക്കട്ടെ. വൃന്ദാവനത്തിലെ നായകൻ വിജയിക്കട്ടെ. കൃഷ്ണ, കൃഷ്ണൻ വിജയിക്കട്ടെ. കൃഷ്ണൻ വിജയിക്കട്ടെ. ഈ പലഹാരം കഴിച്ചു നോക്ക് കൃഷ്ണ. നല്ല രുചിയുണ്ട്. എന്തൊരു മധുരം. അത് മതി. വേണ്ട. ശരി, ഒന്ന് മതി. നിങ്ങളും കഴിക്കണം. ഞാൻ കൊറേ മധുരം കഴിച്ചു. വയറ് നിറഞ്ഞിരിക്കുക. ഇനി ഒന്ന് കിടക്കട്ടെ. എനിക്ക് ലഡു വേണം. എന്റെ പ്രിയപ്പെട്ട അനിയ, നിന്റെ മഹാത്ഭുതങ്ങളിൽ
ഒരെണ്ണം കൂടി ചേർന്നിരിക്കുന്നു. അതായത് അവൻ ചെയ്ത പാപങ്ങളിൽ ഒരെണ്ണം കൂടി. ഇപ്പോൾ ഭക്തനും നീതിമാനുമായ കൃഷ്ണൻ ഒരു കാളയും കൂടി കൊന്നു. അതൊരു കാളയായിരുന്നില്ല, ഒരു വലിയ രാക്ഷസനാ. കാളയുടെ രൂപത്തിൽ വന്നതാ. കൃഷ്ണ, അത് സത്യമായിരിക്കാം, എന്നാലും അതൊരു മൃഗമല്ലേ? നിന്റെ പാപങ്ങൾ കഴുകി കളയണം. എന്നാ ശരി, ഞാൻ നാളെ രാവിലെ യമുനയിൽ കുളിച്ചോളാം. അത് മാത്രം മതിയാവില്ല. ലളിത പറഞ്ഞത് ശരിയാ. നിന്റെ പാപങ്ങൾക്ക് മനസ്താപപ്പെടണം. ലോകത്തിലെ എല്ലാ പുണ്യ നദികളിലും നീ ചെന്ന് കുളിച്ച് ശുദ്ധനാകണം. എനിക്ക് എപ്പോഴും ഒരു ആശയം തോന്നുന്നത്, ഞാനിതിനെ ലോകം മുഴുവൻ ചുറ്റണം. എനിക്ക് എല്ലാ നദികളെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. കൃഷ്ണ, സ്വപ്നം കണ്ടത് മതി. അങ്ങനെയാണോ? ഇതാ നോക്കിക്കോ. ഞാനാണ് ഗംഗ, മലകളുടെ രാജാവായ ഹിമവാന്റെ പുത്രി. ഞാനാണ് കാവേരി എന്ന നദി. എന്നെ നദിയാക്കി മാറ്റിയത് ബ്രഹ്മദേവൻ തന്നെയാണ്. ഞാനാണ് ഗോദാവരി. എന്റെ ജലം മധുരമാണ്, നിന്നെ പോലെ കൃഷ്ണ. ഞാനാണ് സരസ്വതി. എനിക്കും വേദങ്ങൾക്കും മഹർഷിമാർക്കും വിഷ്ണു ഭഗവാനും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ നർമ്മദയാണ്. ഭഗവാൻ ശിവന്റെ ശരീരത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനാണ് നിനക്ക് പ്രിയപ്പെട്ട യമുന, സൂര്യദേവന്റെ മകൾ, സൂര്യഭഗവാൻ. നിന്റെ സ്പർശനം കൊണ്ട് ഞാൻ പുണ്യനദിയായി മാറും. ദയവായി എന്റെ ജലത്തിൽ പ്രവേശിക്കൂ. അതിൽ എനിക്കും തീർച്ചയായും സന്തോഷമുണ്ട്. ഈ കുളത്തിന്റെ പേര് ശ്യാമകുണ്ഡം എന്നായിരിക്കും. ഈ ജലം എന്നും പരിശുദ്ധമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ശ്യാമകുണ്ഡത്തിൽ കുളിച്ച് പരിശുദ്ധനായിരിക്കുന്നു. പക്ഷേ രാക്ഷസന്റെ ഭാഗം നിന്ന് നിങ്ങൾ 3 പേരും അശുദ്ധരായിരിക്കുന്നു. അരിഷ്ടാസുരന്റെ, വരൂ, നിങ്ങളുടെ പാപങ്ങൾ ഈ കുളത്തിൽ കഴുകിക്കളയൂ. വേണ്ട, നിന്റെ കുളം നിന്റെ പാപങ്ങൾ കൊണ്ട് അശുദ്ധമായിരിക്കുന്നു. ഞങ്ങൾ സ്വന്തമായി കുളമുണ്ടാക്കും. അതെ, ഇവിടെ തന്നെ, അരിഷ്ടാസുരൻ ഭൂമിയിലേക്ക് തുളച്ചു കയറിയ സ്ഥലത്ത്. അത് കാണാൻ കൊള്ളാവുന്നൊരു കുഴിയാണല്ലോ രാധേ. പക്ഷേ പരിശുദ്ധമായ നിന്റെ ജലം എവിടെ? അത് വന്നോളും. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ പറയാൻ ഖേദമുണ്ട്, ആകാശത്തിൽ കാർമേഘങ്ങളില്ല. അശുദ്ധമായ എന്റെ ഈ ജലം പങ്കിടാൻ നിനക്കും തീർച്ചയായും മനസ്സുണ്ടായിരിക്കും. വേണ്ട, വളരെ നന്ദി. ഞങ്ങൾ ഗംഗാ നദിയിൽ നിന്ന് ശുദ്ധജലം കൊണ്ടുവരും. അവരെ ഞാൻ സഹായിക്കേണ്ടി വരുമോ ബലരാമ? തീർച്ചയായും, മറ്റാർക്കു സാധിക്കും? അവരുടെ ആവശ്യം നിറവേറ്റണം. ഒരു പ്രയോജനവുമില്ല. ജീവിതകാലം മുഴുവനും ഈ കുളം നിറക്കേണ്ടി വരും. ഹേ രാധേ,
നിന്റെ വേദനയും വിഷമവും ഞാൻ അറിയുന്നു. ഞങ്ങളുടെ സേവനം സ്വീകരിക്കൂ. ഞങ്ങളുടെ പരിശുദ്ധമായ ജലം കൊണ്ട് നിന്റെ കുളം നിറയ്ക്കട്ടെ. അതെ, വളരെ നന്ദി. വേറെ വഴിയൊന്നുമില്ല. നിന്റെ രാധാകുണ്ടം എന്ന ഈ കുളം എന്റേതിനേക്കാൾ മനോഹരമായിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുളമായിരിക്കും. ഞാൻ ദിവസവും ഇവിടെ വന്ന് കുളിക്കുന്നതാണ്. നിന്റെ കുളവും വളരെ മനോഹരമാണ് കൃഷ്ണ. ഞാൻ ദിവസവും ഈ കുളത്തിൽ വന്ന് കൂട്ടുകാരികളുമായി കുളിച്ച് രസിക്കും.